ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു സമ്പന്ന കുടുംബം കുടുംബാംഗങ്ങളോടൊപ്പം ഒരു വിനോദയാത്രയിൽ ഏർപ്പെടുകയാണ്. വിനോദയാത്രയിൽ അവർ ഒരു നീന്തൽക്കുളത്തിൽ കുട്ടികൾക്ക് കളിക്കുവാനായിട്ട് അവസരം കണ്ടെത്തി. കുട്ടികൾ നീന്തൽക്കുളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ കരയിൽ നിന്നുകൊണ്ട് അവരുടെ ലോകത്ത് അവരുടെ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീന്തൽ അത്ര പരിചയമില്ലാത്ത അവരുടെ ഒരു കുട്ടി ആഴമുള്ള സ്ഥലത്ത് അപകടത്തിൽപ്പെടുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നീന്തൽക്കുളത്തിൻ്റെ കാവൽക്കാരൻ്റെ മകൻ ഈ സംഭവം ശ്രദ്ധിച്ചു. അവനെടുത്തിയാടി ആ കുട്ടിയെ രക്ഷിച്ചു. അപ്പോഴാണ് മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സമ്പന്ന കുടുംബം ആ കാവൽക്കാരനോടും ആ കുട്ടിയോടും ഉള്ള കൃതാർത്ഥത വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ, കാവൽക്കാരൻ്റെ കുട്ടിയെ പഠിപ്പിക്കുവാനുള്ള എല്ലാ ചെലവുകളും ഇവർ വഹിക്കാമെന്ന് കേൾക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ അവർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നൽകി അവനൊരു ഡോക്ടറായി. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലെ ഗവേഷണ പഠനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ പെൻസിലിൻ കണ്ടുപിടിച്ചതായ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ആ മഹാനായിരുന്നു അദ്ദേഹം. അതുപോലെ ആ അപകടത്തിൽപ്പെട്ട കുട്ടി, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. പ്രിയമുള്ളവരെ, ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ പരസ്പരം സഹായിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട പലരും നോക്കുകുത്തികളായിട്ട് മാറുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ റോഡുകളിൽ അപകടങ്ങളുണ്ടാകുമ്പോൾ പലരും നോക്കി നിൽക്കുന്നതും ഫോട്ടോകൾ എടുക്കുന്നതുമായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ആ അപകടത്തിൽപ്പെട്ട ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം പറ്റുന്നുമല്ല, എന്തിനായി പൊല്ലാപ്പ് നമ്മൾ ഏറ്റെടുക്കുന്നത്? ഇനി നമ്മൾ ആ അപകടപ്പെട്ടയാളെ ആശുപത്രിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തികേടാകും, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ കയറ്റിയാൽ വാഹനം വൃത്തികേടാകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്തിനാണ് ഈ പൊല്ലാപ്പ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാ നമ്മളിൽ പലരും. പ്രിയമുള്ളവരെ, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. മനുഷ്യൻ മാത്രമല്ല, ഞാൻ പറയാറുള്ളതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പരസ്പര പൂരകമായിട്ടാണ് ദൈവം ഓരോ സൃഷ്ടിയും നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ദൈവം പ്രകാശം സൃഷ്ടിച്ചുവെങ്കിൽ ഈ പ്രകാശമാണ് മറ്റ് സമസ്ത സൃഷ്ടികളെ നിലനിർത്തുന്നത്. പ്രകാശമുള്ളതുകൊണ്ട് സസ്യങ്ങൾ വളരുന്നു. സസ്യങ്ങൾ മാനവകുലത്തിന് മാത്രമല്ല ജീവജാലങ്ങൾക്ക്
ആഹാരം നൽകുന്നു. എന്തിനു പറയുന്നു? മനുഷ്യൻ ശ്വസിക്കുന്നതായ ഓക്സിജൻ സസ്യങ്ങളുടെ ഉച്ഛിഷ്ടമാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യൻ ഉച്ഛ്വസിക്കുന്നതായ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾക്ക് വളരുവാനായിട്ട് സഹായകമാകുന്നു. ഏത് രംഗത്ത് നോക്കിയാലും ഇതുപോലെ പരസ്പര പൂരകമായ അനുഭവങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജലപ്രളയവും അതുപോലെ കൊടും മാരിയും എന്തിനു പറയുന്നു, ഉരുൾപൊട്ടൽ പോലുള്ളതായ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഒരുപക്ഷെ കുറേ ജീവനുകളൊക്കെ അപഹരിച്ചെന്ന് വരാം. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്നതായ ഈ സമൂഹത്തിന് പ്രയോജനകരമായ അനുഭവങ്ങൾ ഇതുമൂലം സംജാതമാകുന്നു എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഒരു ഉരുൾ പൊട്ടിയാൽ ആ വെള്ളത്തിലൂടെ വരുന്നതായ ജൈവ അംശങ്ങൾ ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ ഭൂമിക്ക് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ശരിയാണ്, അതിൽ പ്രതികൂലമായൊരു ദുരന്തവും സംഭവിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ പോലും അപ്പോൾ ഏതൊരു അവസ്ഥയിലും ഏതൊരു പ്രതിസന്ധിയിലും അതിന് അനുകൂലമായ ചില അനുഭവങ്ങൾ ദൈവം വിഭാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ സൃഷ്ടി ഒന്ന് മറ്റൊന്നിനു വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം വിഭാവനം ചെയ്തതാണ് എങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ധാരണ ഇത് ദൈവം എനിക്ക് തന്നിട്ടുള്ളതായ പ്രത്യേക കൃപയാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്നാണ്. ഇപ്പോൾ സമ്പത്ത് തന്നെ നമുക്ക് പരിശോധിക്കാം. ചിലർക്ക് ദൈവം സമൃദ്ധിയായി സമ്പത്ത് കൊടുക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് അതിൽ അഭിമാനം കൊള്ളാം, തർക്കമില്ല. എന്നാൽ ചിലർ എന്നും നിത്യദുരിതത്തിലും ദാരിദ്ര്യത്തിലും കഴിയുന്നു. അവർക്ക് സമ്പത്ത് ആർജിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പണം സമ്പാദിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നില്ല. അതിനുള്ള പ്രത്യേക സിദ്ധി അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രത്യേക സാമർഥ്യം കൊണ്ട് മിടുക്കുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് ഈ സമ്പത്ത് എന്ന് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമില്ല. മറിച്ച് ദൈവം എനിക്ക് തന്നതായ അനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ദൈവം എനിക്ക് തന്നതായി അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും പരമാവധി ദൈവം നൽകിയതാണ് എന്നുള്ളൊരു വികലമായ ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദേവാലയങ്ങൾ, ആരാധനാലയങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ദശാംശം ആലയങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്ന് മതങ്ങൾ, സഭകളൊക്കെ ധരിക്കുന്നത് ആ ആലയത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ ദശാംശങ്ങൾ ദേവാലയത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത്.
അതിന് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതിസാക്ഷ്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തോട് അനുബന്ധിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ നീന്തൽക്കുളത്തിൽ അപകടത്തിൽപ്പെട്ട കുട്ടി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു എന്ന്. വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു മഹായുദ്ധം നേരിടേണ്ടതായിട്ട് വന്നു. ഈ മഹായുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം യുദ്ധക്കളത്തിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പനി ബാധിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ന്യൂമോണിയ ആയിരുന്നുവെന്ന്. അന്ന് ഇന്നത്തെ പോലെ ഉള്ള ചികിത്സാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ന്യൂമോണിയ രോഗം ബാധിച്ച് അദ്ദേഹം മരണാസന്നനായപ്പോൾ ഇത് കേട്ട് ഈ നീന്തൽക്കുളത്തിൽ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ആ കുട്ടിയെ അവർ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി എന്ന് പറഞ്ഞല്ലോ, അലക്സാണ്ടർ ഫ്ലൈമിംഗ്. അദ്ദേഹം ഈ വിൻസ്റ്റൺ ചർച്ചിലിനെ സന്ദർശിക്കുകയും അദ്ദേഹം കണ്ടുപിടിച്ചതായ പെൻസിലിൻ നൽകി വിൻസ്റ്റൺ ചർച്ചിലിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വലിയൊരു സന്ദേശം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ ധരിക്കും ഇന്ന് നമ്മൾ സുരക്ഷിതരാണെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവത്തെ അറിയാതെയുള്ളതായ ഒരു യാത്രയാണ്. ദൈവത്തെ അറിയാതെയുള്ളതായ ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. ഈ അപകടാവസ്ഥയിൽ പെട്ട മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ എത്ര പേര് ഈ ദൗത്യം ഏറ്റെടുക്കുന്ന എന്ന് ചിന്തിക്കുക. നമ്മൾ തന്നെ ദൈവത്തെ അറിയുന്നില്ല, പിന്നെ എങ്ങനെയാ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക? ശരിയാണ്, സഭകളും ദേവാലയങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ ഗൗരവമായി ദൈവാന്വേഷണത്തിനും ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകണം. യോഹന്നാൻ സ്നാപകൻ എത്ര ഗൗരവമായിട്ടായിരുന്നു തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു എങ്കിൽ നമ്മുടെ കർത്താവ് അത് ഏറ്റെടുത്തു, തൻ്റെ ശിഷ്യന്മാരെ അത് പരമേൽപ്പിച്ചു. ഇന്ന് സഭകളാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. എന്നാൽ ദൈവരാജ്യം കാണിച്ചു കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് നേടുവാനായിട്ടുള്ള ദൗത്യം നിർവഹണത്തിൽ ഇന്ന് നാം ഒരു പരാജയമാണ് എന്ന് സമ്മതിച്ചേ പറ്റൂ. പ്രിയമുള്ളവരെയും, 10 കൽപ്പനകളെ നമ്മുടെ കർത്താവ് 2 കൽപ്പനകളായിട്ട് ലഘൂകരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ന്യായപ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന്. ഒരു കുടുക്ക് ചോദ്യമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്.
മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അതിന് കൊടുക്കുന്നതായ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമുക്കെല്ലാം മനഃപ്പാഠമായിട്ടുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം ശരിയാണ്, നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. ഈ 2 കൽപ്പനകളാണ് 10 കൽപ്പനകളുടെ സാരാംശം എന്ന് മാത്രമല്ല, ഈ ന്യായപ്രമാണം മുഴുവനും ഈ 2 കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ 2 കൽപ്പനകളെ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ ന്യായപ്രമാണ മർമ്മങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്കിടയാകും. പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മെ ബാധിക്കാത്തിടത്തോളം നമുക്കതൊരു പ്രശ്നമേ അല്ല. ഈ ചിന്താഗതിയാണ് നമ്മൾ അപകടത്തിലെത്തിക്കുന്നത്. അതായത് ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യ അന്വേഷണത്തിന് നാം തയ്യാറാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് കൽപ്പന. അപ്പോൾ ആദ്യം നീ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഇതൊരു ബാലിശമായി ഒരുപക്ഷെ തോന്നിയേക്കാം. സ്വയം സ്നേഹിക്കാത്തവരാരാ ഉള്ളത്? എന്നാൽ ഞാൻ പറയട്ടെ, നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, നീ ചെയ്യുന്ന അപരാധങ്ങൾ നിന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ജീവനൊടുക്കുന്ന പ്രവൃത്തിയാണല്ലോ. നാം ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്മാറി നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ഈ ദൈവാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തേ മതിയാകും. ഇന്ന് പൊതുവെ ഒരു ധാരണ, ഇത് ഈ ദൗത്യം എന്ന് പറയുന്നത് മെത്രാച്ചന്മാർക്കോ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഉപദേശിമാർക്കോ സുവിശേഷകർക്കോ ഉള്ളതാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തരെയും ദൈവം പരമേൽപ്പിച്ചിട്ടുള്ളതാണ്. അത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും വചനപ്രഘോഷണത്തിലുള്ള കഴിവുണ്ടാകണമെന്നില്ല. എന്നാൽ ഈ ശുശ്രൂഷയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നത് വഴിയായിട്ട് നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ദേവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഇടവക ഒരു സമ്പൂർണ്ണ ആരാധന ഇടവകയായിട്ട് മാറണമെന്ന്. ഓരോ ഇടവകകളിലും ആരാധനകളിലേക്ക് കടന്നു വരാത്ത എത്രയോ ആളുകളുണ്ട്. അവരെ നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ദേവാലയത്തിലേക്ക് വരാതിരിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ ദേവാലയത്തിൽ പോയി അനുഗ്രഹം സ്വീകരിച്ചു, അതിൽ നമ്മൾ സായുജ്യമടയുകയാണ്. അങ്ങനെയല്ല. ആരാധനയിൽ നിന്ന് മാറി നിൽക്കുന്നതായ സമൂഹത്തെ ആരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്.
അതെങ്ങനെയാണ്? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ ദിവ്യാനുഭവമാണ് ആ ഒരു പ്രേരണ നമുക്ക് നൽകേണ്ടത്. ഇന്ന് ആരാധനകളെ യാന്ത്രികമായിട്ട് പോകുന്നതുകൊണ്ട് ഈ ദിവ്യാനുഭവം നമുക്ക് ലഭ്യമാകുന്നില്ല. ഒരിക്കൽ മദർ തെരേസ ഒരു വൈദികനോട് ആവശ്യപ്പെട്ടതായിട്ട് ആ വൈദികൻ എന്നോട് പറയാനായിട്ടിടയായി. അദ്ദേഹം കൽക്കട്ടയിൽ മദറിനെ സന്ദർശിക്കുവാനായിട്ട് പോയി. തിരിച്ചു വരുമ്പോൾ യാത്ര പറഞ്ഞപ്പോൾ ആ വൈദികനോട് മദർ ആവശ്യപ്പെടുകയായിരുന്നു, അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ വീഞ്ഞും വെള്ളവും തമ്മിൽ കലർത്തുന്ന അവസ്ഥയിൽ ആ വെള്ളത്തോടൊപ്പം എന്നെയും കലർത്തണമേ എന്ന്. വാസ്തവത്തിൽ ഒരു കോരിത്തെരിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വിശുദ്ധ ആരാധനയിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ നാമും അതിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് സാധിക്കാറുണ്ടോ? ചോദിക്കട്ടെ, നമ്മൾ ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ വേദനയോടെയാണ്, ഗദ്ഗതത്തോടെയാണ് കടന്നു വരുന്നതെങ്കിൽ തിരികെ പോരുമ്പോൾ ആ നൊമ്പരങ്ങളും ആ ഗദ്ഗതങ്ങളും സ്വാന്തനങ്ങളായിട്ട് മാറാറുണ്ടോ? മാറുന്നില്ലെങ്കിൽ ആ ആരാധന നമുക്ക് അനുഭവമായില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ആരാധന നമുക്ക് അനുഭവമായിട്ട് മാറുമ്പോഴാണ് മറ്റുള്ളവരെ ഈ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുക. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ സ്വാർത്ഥതയാണെന്ന് കണ്ടെത്തണം. ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് നാം മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു അനുഭവമല്ല. അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കണം. അത് വളരെ ഗൗരവമായി തന്നെ നിർവഹിക്കുവാനായിട്ട് ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ഈ ആത്മീയ ശുശ്രൂഷ ഒരു ഗൗരവമായിട്ട് ഏറ്റെടുക്കുവാൻ കൊണ്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കണം. ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ അത് സാധിക്കുക. ശരിയാണ്, പത്രോസ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രഥമഗണനീയനായിരുന്നു. കർത്താവിനോട് കൂടെ നടന്നതാ. നമ്മുടെയൊക്കെ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനും. കർത്താവിനോട് കൂടെ നടന്നു എന്ന് അവകാശപ്പെടുന്ന, അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളിൽ പ്രഥമഗണനീയനായ പത്രോസ് കർത്താവിൻ്റെ പീഡാസഹനത്തിന് നാളുകളിൽ ഒരു വേലക്കാരിയുടെ മുമ്പിൽ കർത്താവിനെ തള്ളി പറയുകയാണ്, ഞാൻ അറിയുന്നില്ല എന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ മാനസാന്തരപ്പെടുത്തി. ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു ദൈവാനുഭവമാണിത്. നാം വഴി എത്ര പേരെ ദൈവത്തിലേക്ക് അടുത്ത് വന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും വിലയിരുത്താറുണ്ടോ? കൂടുതലൊന്നും വേണ്ട. നമ്മുടെ ചുറ്റുപാടുകളിലും കിടക്കുന്ന, ദൈവത്തെ അറിയാതെ, ആരാധനയുടെ മഹത്വം ദർശിക്കാതെ കാണുന്ന സമൂഹത്തെ ആലയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എങ്കിൽ അതൊരു വലിയ സുവിശേഷ ദൗത്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും എൻ്റെ സാക്ഷികളാകുവിനെന്ന്. യെരൂശലേം എന്ന് പറയുന്നത് നമ്മുടെ ഭവനമാണെങ്കിൽ യഹൂദ്യ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളാണ്. ശമരിയ എന്ന് പറയുന്നത് നമ്മുടെ അറിയാതെ പോകുന്നതായ ആളുകളാണ്. പ്രിയമുള്ളവരെയും, നാം ദൈവാനുഭവത്തിലേക്ക് വരുന്നതോടൊപ്പം തന്നെ, നാം രക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ, ഞാൻ ഓർപ്പിച്ച ആ സംഭവത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ആ കാവൽക്കാരൻ്റെ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ട ആ കുട്ടിയെ രക്ഷിച്ചത് എങ്കിൽ
ആ കാവൽക്കാരൻ്റെ കുട്ടിയെ ഒരു വിദഗ്ധ ഡോക്ടറാക്കി ഈ അപകടത്തിൽപ്പെട്ട കുടുംബം വളർത്തിയെടുത്തു എന്ന് മാത്രമല്ല, ഈ അപകടത്തിൽപ്പെട്ട കുട്ടി ഒരു മാരക രോഗത്തിൽ, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കെ മരണാസന്നമായ അവസ്ഥയിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ ഉപകാരസ്മരണയായിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതായ സംഭവം കാലിക പ്രസക്തമായ ഒരു സന്ദേശമാണിത്. സഹവർത്തിത്വം കാലഘട്ടത്തിന് ആവശ്യമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുതന്നെയാണ്. ആ ഒരു ദൈവാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്വ പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളോടൊന്ന് വാസ്തവമായും വ്യക്തിപരമായും ഇടപെട്ടുവല്ലോ. നീ ഞങ്ങൾക്ക് തന്ന സന്ദേശങ്ങൾക്കായി നിന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനായി ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ആത്മാവിനെ അതിനായി ഞങ്ങളിൽ നൽകണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അതാവേ ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.